ഇന്നലെ നമ്മളുടെ എന്താണ് KSRTCയുടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതും പോരാത്തതിന് രാവിലെ തന്നെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് സൗജന്യ യാത്ര കൊടുക്കാത്തതെന്ന് കേട്ടിരുന്നല്ലോ. എന്താ അതിനെപ്പറ്റി അഭിപ്രായം? അതൊരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഈ പറയുന്ന സതീശനാണ് പറഞ്ഞത്, നമ്മളെ പുക്കി ആണ്. അതെന്നുവെച്ചാല് എനിക്ക് തോന്നുന്നത് പുള്ളി പണ്ടൊക്കെ കോമഡി അടിച്ചപ്പോ അത് ക്ലിക്കായി അതിന്റെ കൂടെ. പക്ഷെ ആണുങ്ങൾക്ക് സൗജന്യം കൊടുത്താൽ അവര് പൈസ വീട്ടിൽ കൊടുക്കൂല. അവര് ഈ പറഞ്ഞ പോലെ എന്താണ് വെള്ളം അടിച്ചാലും പുള്ളി അത് വെള്ളം അടിച്ചെന്ന് പറഞ്ഞില്ലേലും പുള്ളി അത് പറഞ്ഞത് ഗവൺമെന്റിന് കൊടുക്കും എന്ന് വെച്ചാൽ ചിരിക്കുന്നുണ്ട്. അതിനർത്ഥം മദ്യപിച്ച് കളയും സ്ത്രീകളാകുമ്പോൾ അത് വീട്ടിൽ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 80% വീടും നടത്തുന്നത് പുരുഷന്മാരാണ് കേരളത്തിൽ. 80%, 20-23% സ്ത്രീകൾ ചെലവ് വഹിക്കുന്നത്. ബാക്കിയെല്ലാം അപ്പം ഈ ആണുങ്ങളൊക്കെ വെള്ളടിച്ചിട്ടല്ലല്ലോ ഇത് വീട്ടിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മുഖ്യമന്ത്രി, നമ്മളൊരു ലേമാൻ അല്ലെങ്കിൽ ഒരു ലോക്കലായ ഒരു വ്യക്തി പറയുന്ന പോലെയല്ല ഒരു മുഖ്യമന്ത്രി ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് തമാശയാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും പറയുന്നതും. അങ്ങനെയാണ് ജനറലൈസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പലരും വെച്ച് ജനറലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുള്ളി പറയുന്നുണ്ട് ഓക്കെ ഞാൻ എല്ലാ ആണുങ്ങളും ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യില്ല. വേറെ എന്ത് പറയാം, വേണമെങ്കിൽ സ്ത്രീകൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പറയാം. അപ്പം ഇതൊരു മുഖ്യമന്ത്രിക്ക് പറ്റിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. പിന്നെ അതിന് പുറമെ ഈ സ്ത്രീ ഈ പറയുന്ന സൗജന്യയാത്രയുടെ ഒരു പ്രശ്നം വെച്ചാൽ അത് ഭയങ്കര ബാധ്യത വരും. ഇപ്പൊ കേരളത്തിന് ഏകദേശം ഒരു 800 കോടിയുടെ ബാധ്യതയാണ് ഈ പ്രിയദർശിനി സ്കീം കാരണം വരാൻ പോണേ. ഓൾറെഡി KSRTC നഷ്ടത്തിലാണ്. ഓൾറെഡി കേരളത്തിൽ ഖജനാവില് പണമില്ല. 5000 കോടി മാത്രമാണ് 5000 കോടി മാത്രമാണ് ബാക്കി വെച്ചതെന്നാണ് 5000 കോടി മാത്രമാണ് ബാക്കി വെച്ചതെന്നാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ KSRTCയും നഷ്ടത്തിലാവും, വണ്ടികളെല്ലാം കട്ടപ്പുറത്താവുകയും ചെയ്യും. പിന്നെ ഇതിലൊരു പ്രശ്നം വരുന്നത് ഓർഡിനറി ബസ്സുകളിൽ തിരക്ക് കൂടും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ഫാസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ ഇതിൽ എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടോ, എല്ലാ വണ്ടികളെയും ഫാസ്റ്റ് ആക്കിന്നോ, സിറ്റി ഫാസ്റ്റ് ആക്കി. അതുപോലെ 9 മണിക്ക് ശേഷമാണ് ഇത്. സ്ത്രീകൾ ജോലിക്ക് വന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 8 മണി സമയത്തായിരിക്കും പോവാ. അപ്പൊ എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ കുറെ സംഭവം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ നഷ്ടം വരും. ഇത് ഓൾറെഡി തമിഴ്നാട്ടിലും ഈ പറഞ്ഞ ഡൽഹിയിലും ബാംഗ്ലൂരും കർണാടകയിലും പല സ്ഥലത്തും ഇത് പരീക്ഷിച്ച കാര്യമാണ്. കർണാടകയിൽ അവർക്ക് 3000 കോടിയും കാണാൻ നഷ്ടം വന്നത്. കാരണം ശമ്പളം കൊടുക്കാനില്ലാതെ അവർ വേറെ തമിഴ്നാട് ബസ് ചാർജ് കൂട്ടി. ഈ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആണുങ്ങളാണല്ലോ അത് കൊടുക്കുന്നത്, പെണ്ണുങ്ങൾ ഫ്രീ ആണ്. മുംബൈയിലൊക്കെ ഉണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിലും പെണ്ണുങ്ങൾക്ക് 50% ബസ് ചാർജ്. അതേപോലെ ഡൽഹിയിൽ ആക്ച്വലി ഇവർ 35% ഇതുപോലെയുള്ള ഫ്രീബികൾക്കും ഇതിനു വേണ്ടിയാണ് ആ സ്റ്റേറ്റിന്റെ റവന്യൂടെ 35% ചെലവാക്കുന്നത്. ഈ ഫ്രീബി രാഷ്ട്രീയം അല്ലെങ്കിൽ ഇങ്ങനത്തെ രാഷ്ട്രീയങ്ങൾ കേൾക്കാനൊരു രസം ഉണ്ടാവും, ഒരു വോട്ട് ബാങ്കിന് നല്ലതെന്നല്ലാതെ അതൊരു ദൂരഭാഗമായി ആ പൈസ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബസ്സുകളുടെ സ്ത്രീ സുരക്ഷയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ബസ്സുകൾ ഓടുമ്പം ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോ ബസ് എൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ ക്രൈമും കാര്യങ്ങളും കൂടുതൽ വരിക. അപ്പം അത് നമ്മളങ്ങനെ പറയും. ഈ നടുഭാഗത്തത്ര നമ്മൾ നോക്കിയാൽ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എൻഡ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം ആക്ച്വലി അവർക്ക് ബസ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാം, കുറെ ബസ്സുകൾ ഇറക്കാം, വേണമെങ്കിൽ പിങ്ക് ബസ്, സ്ത്രീകൾക്ക് പൈസ കൊടുക്കട്ടെ, പക്ഷെ നമ്മൾ കോച്ചുകളൊക്കെ ഉള്ള പോലെ സ്ത്രീകൾക്ക് വേണമെങ്കിൽ പിങ്ക് ബസ്സുകൾ ഇറക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർക്ക് സർവൈലൻസ് ക്യാമറ കൂട്ടാം. അതേപോലെ തന്നെ ഈ ബസ്സുകൾ നിൽക്കുന്ന സ്ഥലം, ഒരു ബസ് എൻഡ് ചെയ്യുന്ന ഏരിയ, അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഈ നടുഭാഗത്ത് പൊതുവെ കുറവായിരിക്കും. അപ്പൊ അവിടെ കൂടുതൽ എന്താ പറയാ, ഈ പറയുന്ന പോലെ ക്യാമറകളോ അല്ലെങ്കിൽ വേറെ പോലീസോ അങ്ങനെ കാര്യങ്ങൾ സുരക്ഷ കൂട്ടാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്താൽ അത് ഭാവിയിലേക്ക് ഉപയോഗിക്കും. അതിൽ നിന്ന് കൂടുതൽ ബസ്സുകൾ റോഡിലിറക്കുമ്പോൾ ഇന്ന് റവന്യൂ കിട്ടും. ഇത് പക്ഷേ ഉള്ളതും പോകാനാണ്. ഇതാണ് നമ്മളെ മുന്നേയുള്ള അനുഭവങ്ങളും മുന്നേയുള്ള സ്റ്റേറ്റുകൾ നടപ്പാക്കി വെച്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ വേറൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, 10 വർഷമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സർക്കാർ KSRTCക്ക് പണം കൊടുക്കേണ്ടി വരില്ല, അത്രത്തോളം ലാഭം ഇതിനുണ്ടാവും എന്നാണ് പറയുന്നത്. VD സതീശൻ പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യാം. കാരണം 900 കോടിയാണ് ഇതിന് നഷ്ടം വരുന്നത്. ഈ 900 കോടി നഷ്ടം എന്ത് വെച്ച് നികത്തുമെന്ന് ആണ് അതിന്റെ പ്രശ്നം. എനിക്കറിയില്ല സർക്കാർ വേറെ എന്തെങ്കിലും വഴി. കാരണം KSRTC ഓൾറെഡി പല വഴികളും പരീക്ഷിച്ച. KSRTCയുടെ ലോഡ്ജിങ്സ് ഫീ, വയനാടൊക്കെ പോയി എനിക്ക് തോന്നുന്നു, എവിടെ വയനാടാണ് ഇടുക്കിയാണെങ്കിൽ KSRTCക്ക് താമസ സൗകര്യമുള്ള ബസ്സുകൾ, പഴയ ബസ്സുകളെ അവർ ഇതാക്കിയിട്ടുണ്ട്. താമസ സൗകര്യം പഴയ ബസ്സുകളെ ഹോട്ടലാക്കി നോക്കിയിട്ടുണ്ട്. കുറെ പരിപാടികൾ അവർ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അറിയില്ല ഈ ഗവൺമെന്റ് ഇനി അങ്ങനെ എന്തെങ്കിലും. കാരണം 1000 കോടിയാണ് കവർ ചെയ്യേണ്ടത്, 100 കോടികളല്ല. ഓൾറെഡി നഷ്ടത്തിലുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റിന് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് പൈസ ഇതിലേക്ക് പമ്പ് ചെയ്തുകൊണ്ട് നിലനിർത്താൻ പറ്റും. സ്റ്റേറ്റിന്റെ അടുത്തും പൈസ ഇല്ലാന്നാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ എനിക്കറിയില്ല ഒരു വെറൈറ്റി വേറെ എന്തെങ്കിലും ഐഡിയകൾ. ഇവരെന്നെ ഭരിക്കുന്ന കർണാടകയിലും ഇവർക്കൊരു ഐഡിയ ഇല്ല. എന്ത് സത്യത്തിൽ എനിക്കത് തോന്നുന്നത്, ഇതൊരു അങ്ങനെ ഒരു ഒതന്റിക് ആയിട്ട് പറയുന്നതല്ല, രാഹുൽ ഗാന്ധിയാണ് ഈ വാഗ്ദാനം കൊടുത്തത്. എനിക്കൊന്ന് ഇവര് മനസ്സോടെ ആയിരിക്കും അത് നടപ്പാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. രാഹുൽ ഗാന്ധി കൊടുത്ത വാഗ്ദാനമാണ്, അത് നടപ്പാക്കാതിരിക്കാനും പറ്റാത്തതുകൊണ്ട്. കാരണം ഒരു പ്രത്യേക അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നടപ്പാക്കിയാണോ ഡൗട്ടുണ്ട്. പിങ്ക് ബസ്സാന്ന് പറയുന്നു, പിന്നെ ആദ്യം 7 ജില്ലകൾ മാത്രമാണെന്ന് പറയുന്നു,
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായിട്ട് മാറി. അപ്പോൾ അവർക്ക് എൻ്റെ നിശ്ചയമില്ല എന്നാൽ പറഞ്ഞും പോയി. അതായിരിക്കാം ചിലപ്പോൾ ഉണ്ടായത്. ഈ ഫ്രീ ബി രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം എന്നല്ല, ഈ ബസ് ഫ്രീ അല്ലാതെ പൊതുവേ ഫ്രീ ബി രാഷ്ട്രീയത്തിന് നമ്മളിപ്പം ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചു വന്നു, നമ്മളിപ്പോൾ 1,000 കോടി ആളുകൾക്ക് വെറുതെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് 1,000 കോടി നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും. ഈ വരുമാനം വെച്ച് വേണമെങ്കിൽ നമുക്ക് പല കാര്യം ചെയ്യാം. പക്ഷെ ആളുകൾക്ക് ഇത് ഡയറക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രീ കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഗുണമില്ലാതെ. പിന്നെ അതിന് കൂടെ ഒരു പ്രശ്നം, ഈ പ്രൈവറ്റ് ബസ്സിന്റെ വ്യവസായം തകരും. കാരണം പ്രൈവറ്റ് ബസ്സിലെ ആളുകൾ കുറവായിരിക്കും കയറുക, അപ്പൊ അവര് പ്രശ്നം വരും. ഓട്ടോയിലെ ആളുകൾ കുറയും, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർ ചാർജ് കൂട്ടും. കാരണം അത് അങ്ങനെ അവർക്ക് വേറെ വഴിയൊന്നുമില്ല, അവർ ചാർജ് കൂട്ടും. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. അപ്പൊ ഇവരെല്ലാം ഇന്നിപ്പോ ചീഫ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പ്രൈവറ്റ് ബസ്സുകാർ നമ്മളെ തന്നെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം പൈസ ഒന്ന് പൊക്കി പറഞ്ഞെന്നുള്ളൂ. പക്ഷെ അതിന് പ്രത്യേകിച്ച് അന്നൊരു വർത്തുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോളൂ, അവര് നമ്മളിൽ പെട്ടവരാണെന്നൊക്കെ പറഞ്ഞൊന്ന് സോപ്പിട്ട് വെച്ചാൽ പ്രാക്ടിക്കലി അവിടെ ഒന്നും നടക്കുന്നില്ല.